ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മ സോറി, അമ്മോട് ഞാനിത് പറഞ്ഞിട്ടില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതുകൊണ്ട് അവരെ വിഷമിപ്പിക്കുക എന്നല്ലാണ്ട് അതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അമ്മ സോറി അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കുവാണ്. പിന്നെ ഇത് ചെയ്യണതിന് മുന്നേ ഞാൻ കുറേ ചിന്തിച്ചു ഇത് ചെയ്യണോ വേണ്ടതെന്ന്. പക്ഷെ ഞാൻ ഓർത്തു, നമ്മുടെ ചാനലിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറയാറുണ്ട്. പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും വിളിച്ചു കൊണ്ടുവരിക എന്നൊന്നുമല്ല എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെയാണ്. കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് കണ്ടന്റിനേക്കാളും ഇഷ്ടം. ഇപ്പം എനിക്ക് സംഭവിച്ച ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയയിൽ കുറേ ജങ്കീസും കുറേ ഡ്രഗ് അഡിക്ട്സും കുറേ ഹോംലെസ്സും ഉണ്ടെന്ന്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തന്നെ കാണാം, കുറേ പേരിങ്ങനെ വഴിയോരത്തും അങ്ങനെ കിടക്കുന്നതും കുറേ പേര് കിളി പോയാലും നടക്കുന്നതും കുറേ പേരുണ്ട്. അറിയില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഓസ്ട്രേലിയയിൽ കുറേ പേര് ഡ്രഗ് അഡിക്ട്സ് ആയിട്ടും ഹോംലെസ് ആയിട്ടും ജങ്കീസ് ആയിട്ടും അങ്ങനെ കുറേ പേര് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നതും വഴക്കുണ്ടാക്കി നടക്കുന്നതും തല്ലുണ്ടാക്കി നടക്കണമൊക്കെ കാണാൻ പറ്റും. ഈവൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾക്കറിയില്ലേ പറയാം, മെക്ഡൊണാൾഡ്സിൽ ഷിഫ്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഓവർ നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പം തന്നെ എനിക്ക് തന്നെ എന്തോരം ആൾക്കാരെ മോഷ്ടിക്കാൻ വരുന്നവരാണെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കാൻ വരുന്നതാണെങ്കിലും കുറേ പേര് മദ്യപിച്ചല്ല, ഇത് മദ്യമല്ല, ഇത് വേറെ എന്തോ ഒരു സാധനമാണ്. നാട്ടിലിങ്ങനെ കുടിച്ചു നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ ഈ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രഗിന് അഡിക്ഷൻ വന്നിട്ടുള്ള ആൾക്കാർ ഒരു ബുദ്ധിയും വിവരം ഇല്ലാണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്നും എൻ്റെ ഡേ ടു ഡേ വർക്ക് ലൈഫിൽ തന്നെ കാണാറുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് ഓവർനൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് എൻ്റെ സ്ഥിരം പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കാമെന്നാണ്. കാര്യം പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്, പക്ഷെ അവർ വരുമ്പോഴത്തേക്ക് ഇവർ ഇറങ്ങിപ്പോവും, അത് വേറെ കാര്യം. എന്നാലും പോലീസിനെ എന്നും വിളിക്കാമെന്ന് എൻ്റെ ഒരു ശീലമായിക്കൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയാണ് ഇങ്ങനത്തെ ആൾക്കാർ എന്നും വരുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും. ഇപ്പം എന്നോട് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഓക്കെ, പക്ഷേ എൻ്റെ ക്രൂവിനോട് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യപ്പെടും. പിന്നെ ഞാനും ഒച്ചപ്പാടിട്ട് ഓർക്കും, അതൊരു ശീലമാണ്. പിന്നെ ഈ ഡ്രൈവ് ത്രൂവിലാണെങ്കിലും അങ്ങനെ ആളുകളുടെ, പിന്നെ നമ്മൾ ആളുകളുടെ പ്രായം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. കൊച്ചുങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അവർ 18 വയസ്സ് കഴിഞ്ഞു എന്ന് പോലും തോന്നില്ല. അതേപോലത്തെ കൊച്ചുങ്ങൾ വരെ ഇതേപോലെ ഇതിന് അഡിക്ഷൻ ആയിട്ടുള്ളവരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ജോലി സ്ഥലത്ത് കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഒച്ചപ്പാടൊക്കെ. അതൊക്കെ എനിക്ക് നോർമൽ ഒരു ഇതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാര്യം അതെൻ്റെ ഒരു വർക്ക് ലൈഫിൻ്റെ ഭാഗമാണ്. ഞാനൊരു മാനേജറാണ്, ഞാൻ റെസ്പോൺസിബിൾ ആണ്. എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയാൽ നേരിടാനും അതിനൊക്കെ റെസ്പോൺസിബിളാണ്, അതൊക്കെ. പക്ഷേ എൻ്റെ ഒരു നോർമൽ ലൈഫിൽ ഞാൻ ചുമ്മാ പുറത്തേക്കിടെ പോയിക്കൊണ്ട് കിടക്കുമ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഉണ്ടായ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഫ്രണ്ട്സും കൂടി, എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ റീലും കാണാറുണ്ട്, അവർ രണ്ടുപേരും തന്നെയാണ്. ഞങ്ങൾ 3 പേരും ഒരു ഇന്ത്യൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അരിയുണ്ട്, സാധനങ്ങളുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രാമിലിരിക്കുവാണ്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നു, അതിൻ്റെ അപ്പർ സൈഡിൽ ഒരു ഫ്രണ്ടും ഇരിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ഫ്രണ്ടും ഇരിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ. അപ്പം നടുക്കേക്കടെ ഇങ്ങനെ വഴിയുണ്ട് പോകാനായിട്ട്. അപ്പോൾ ഒരു പുള്ളി നടന്നു പോകുന്നു. നമ്മൾ വലിയ മൈൻഡൊന്നും ചെയ്തില്ല, നമ്മളൊരു ഗ്ലാൻസ് എടുത്തു. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം പുള്ളി ഇങ്ങനെ കിളി പോയല്ലേ വീഴാനൊക്കെ പോകുന്നു. നമുക്കറിയാം എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമ്മൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും നമ്മൾ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. അവർക്ക് വേണ്ടത് അറ്റൻഷനാണ്. അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ പ്രശ്നമാണ്. അത് കാരണം നമ്മൾ അറ്റൻഷൻ കൊടുക്കാതിരുന്നു, നമ്മൾ മൈൻഡേ ചെയ്തില്ല എന്നതാണ് കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പുള്ളി അപ്പർ സൈഡിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ബുദ്ധിക്ക് ആ പുള്ളി ചുമ്മാ എണീറ്റ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ മുടി പിടിച്ചു ഒരൊറ്റ വലി. മുടി പിടിച്ചൊരു വലി വലിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ല. എൻ്റെ ഫ്രണ്ട്സും ഞാനും ഷോക്കായിട്ടിരിക്കുക. കാര്യം നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്ന് മുടി പിടിച്ച് വലിക്കും നമ്മൾ വിചാരിക്കും. ആ ഷോക്കിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഇത് നടക്കുവാണ് റിയൽ ലൈഫിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ വയ്ക്കണേ, ഫോൺ വെച്ച് അയാളെ 2 മീൻസ് അടിച്ചു എന്നൊരു കാര്യം. എനിക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് നോക്കണമല്ലോ. അപ്പോൾ തന്നെ ആ പുള്ളി, ഞാൻ ഒച്ചപ്പാടും ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറേ ഇരുന്ന ഫ്രണ്ടിൻ്റെ അപ്പുറം ഒരു ചേട്ടനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി ചോദിച്ചു, ഹേ മാൻ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാനും ഒച്ചപ്പാടുണ്ടാക്കിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് മീൻസ് അവർക്കറിയില്ല, അവർ നെട്ടിരിക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ഈ പുള്ളി പോയി, മീൻസ് എൻ്റെ മുടിയിൽ നിന്ന് പിടിച്ചിട്ട് പോയി.
മുടി പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ തലയിലെ മുടി ആ പുള്ളിയുടെ കയ്യിൽ ഞാൻ കണ്ടു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവൂലേ എത്ര ബലത്തോടെ വലിച്ചെന്ന്. അതുകൂടാണ്ട് എൻ്റെ കാതിലെ കമ്മൽ ഊരിപ്പോന്നു. അത്രയും ബലത്തോടെയാണ് ആൾ വെച്ചത്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ ഇടാം. അതിന് എൻ്റെ ചെവിയുടെ മാത്രം ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ഞാൻ അപ്പം തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ മീൻസ് എന്താണെന്ന് റിയാലിറ്റിയിൽ വന്നപ്പോൾ തന്നെ ഓടി ഡ്രൈവറിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ നിർത്തണം, ട്രാം നിർത്തണം, ഇതെന്താണ് ഇങ്ങനെയാണ് സംഭവിക്കണമെന്നൊക്കെ പറഞ്ഞു. ആ പുള്ളി നിർത്തിയിട്ട് എന്താ നടക്കണേന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഡോർ ഓപ്പൺ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പുള്ളി പുറത്തേട്ട് പോകൂല. എനിക്കപ്പോൾ എന്തൊക്കെയോ ഭയങ്കര ദേഷ്യമാണോ എന്താ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ തുറക്കരുത്, ലൈക്ക് ആ പുള്ളി പുറത്തു പോകും, ഇതാണ് ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും ആ പുള്ളി തുറന്നായിരുന്നു. അപ്പം ആ മറ്റേ പുള്ളി ഇറങ്ങിപ്പോയി. ഓക്കെ, അത് ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ആ ഡ്രൈവർ ഒന്നും ചെയ്തില്ല എന്നതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നടക്കാൻ പോകുന്നത്. അതെനിക്ക് ഭയങ്കര ഇതായി. പുള്ളി എന്താ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചു. ഈ പുള്ളി അപ്പം തന്നെ വേറെ ആരൊക്കെയോ ഇതിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇങ്ങനെ ഉണ്ടായി എന്നല്ലാണ്ട് ഈ പുള്ളി ഒന്നും ചെയ്യില്ല. എന്നിട്ട് ആ പുള്ളി എന്നോട് പറഞ്ഞതാണ് ഞാൻ പോലീസിനെ വിളിക്കാം. ആ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കാം. ഓക്കെ, വേറൊരു സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനകത്ത് കുറേ പേരുണ്ടായി. ഇപ്പം ഈ ഒരു പറഞ്ഞൊരു പുള്ളിയും വേറൊരു പുള്ളി അല്ലാണ്ട് വേറെ ആളുകളൊന്നും റിയാക്ട് ചെയ്തില്ല ഒന്നിനും എന്നാണ്. അതിന് കാര്യം എന്നാണെന്നറിയോ, അവരിതിന് ശീലമായെന്നാണ്. കാര്യം ഇങ്ങനത്തെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിൽ ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരും ഇടപെട്ട അവർക്കും പിന്നെ പണിയാവുന്ന ഓർത്ത് അവരൊന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നു എന്നതാണ് ഇവിടുത്തെ കാര്യം. അപ്പം ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ഒന്നും പ്രൊവോക്ക് ചെയ്യുക ഒന്നും ചെയ്യേണ്ട. കാര്യം അവർ ഓൾറെഡി കിളി പോയി എന്തൊക്കെയോ അടിച്ചിരിക്കുന്ന ആളുകൾ. അവർ ചുമ്മാ നമ്മുടെ മേത്തേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ 000 വിളിച്ചു. 000 ആണ് ഇവിടെ എമർജൻസി സർവീസ്. നമുക്ക് പോലീസ്, ഫയർ, അങ്ങനെ ആംബുലൻസ് ഇത് മൂന്നിനും വേണമെങ്കിൽ വിളിക്കണം. വിളിച്ചപ്പോൾ തന്നെ പോലീസിനെ കിട്ടി. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു. എന്നിട്ടും ഡ്രൈവർ ഒന്നും ചെയ്തില്ല. അപ്പോൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ആംബുലൻസ് വേണം. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാവും, എനിക്ക് ആംബുലൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊരു മുറിവ് എന്നുള്ള രീതിയിലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇതാണ് എൻ്റെ ആളുടെ കാര്യമൊക്കെ ഞാൻ അപ്പം എങ്ങനെയാണ് ആൾ കാണാനെന്നൊക്കെ ചോദിച്ചു. ഞാൻ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവരുടേന്ന് അങ്ങനെ വലിയ അവർ നമ്മുടെ നമ്മൾ ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ അറ്റൻഷൻ വേണോ എന്നല്ലാണ്ട് മറ്റേ ആളെ പിടിക്കാൻ എന്ത് ചെയ്യണം എന്നൊന്നും അവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്ലസ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാമിലുണ്ടായെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് ട്രാമിൻ്റെ സർവീസ് ഉണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം മറ്റൊരു പറയുന്നു പോലീസ് ചെയ്യുന്നു, പോലീസ് പറയുന്നു ഇവർ ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഇവരിങ്ങനെയാണ് പറഞ്ഞത് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിപ്പോൾ തൽക്കാലം നിങ്ങളുടെ ഇതിന് ഹെൽത്തിനൊക്കെ നോക്കാമെന്നല്ലാണ് നമുക്കിപ്പോൾ അവരെങ്ങനെ കണ്ടുപിടിക്കും. അവർ ഡയറക്റ്റായിട്ട് കേസേ എടുക്കത്തില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ പറഞ്ഞു. അവർ പറഞ്ഞ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത്, വേറെ ആംബുലൻസ് വിടണോ, അല്ലാണ്ട് ആളെ പിടിക്കാനുള്ള രീതിയിലൊന്നും നമുക്ക് അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ എൻ്റെ നല്ലൊരു കമ്മൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കമ്മൽ പോയി, അപ്പം അത് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു. അപ്പം അവർ പറഞ്ഞു അതൊക്കെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആ ട്രാം സർവീസസിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. പിറ്റേ ദിവസം ഞാൻ കുറേ ഇരുന്ന് സെർച്ച് ചെയ്തു എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിന്. ഞാൻ ട്രാം സർവീസസിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു നമ്മൾ കേൾക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്, ഇങ്ങനെയാണ് ചെയ്യാണ് ചൊക്കെയാണ്. അവരുടെ ഭാഗത്തുനിന്നും വലിയ ഇതൊന്നും ഉണ്ടായില്ല. ആക്ച്വലി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പുള്ളീനെ അതേ സ്ഥലത്ത് വെച്ച് ഞാൻ 2 പ്രാവശ്യം കണ്ടു എന്നതാണ്. ആ പുള്ളിക്ക് നമ്മളറിയത്തില്ല കാര്യം, ആ പുള്ളി ഓൾറെഡി കിളി പേടിക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്നിൽ ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. കാര്യം ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പോയി, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി, ഞാൻ ചെയ്തു. ചിലപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് ഓസ്ട്രേലിയ വന്നിട്ട് എന്ത് കിട്ടി എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടി, എനിക്ക് ഇത്രയും ധൈര്യം കിട്ടി എന്ന് തുറന്ന് പറയാനും ഉള്ളൊരു ധൈര്യമൊക്കെ കിട്ടിയത് ഇവിടെ വന്നിട്ട് കുറേ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അപ്പം അതിൽ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും അതിൽ നിന്നൊരു റിസൾട്ടും കിട്ടിയില്ല എന്നതിൽ ഞാൻ വളരെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാം. ചിലപ്പോൾ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ഇതാണെന്ന് പറ്റത്തില്ല. നാട്ടിൽ ഇതിൽ വേറെ ഒരു വലിയ ഇഷ്യൂ ആയേനെ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തിനാ, ഇതിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അല്ലാണ്ട് ആരും ഇങ്ങോട്ട് വരാതിരിക്കാനല്ല. എൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ ആരോ പറഞ്ഞു കണ്ടു എല്ലാവരും നെഗറ്റീവ് ഇൻഫർമേഷൻ മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കി കുറേ വീഡിയോസ് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും കാണും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ കുറേ പേര് കാണും. നിങ്ങളിവിടെ വന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം. ഇങ്ങനെ ആളുകളുണ്ട്, ഡ്രഗ് അഡിക്ട്സ് ആയിട്ടായിട്ടും ഹോംലെസ് ആയിട്ടും കുറേ ജങ്കീസും കുറേ ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളുടെ ഗോ ബാക്ക് ടു ഇന്ത്യ എന്ന് പറയാം, നിങ്ങൾ ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്ന് പറയാം, എന്തൊക്കെ വേണമെങ്കിലും പറയാം. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരാം. റിയാക്ട് ചെയ്യാതിരിക്കുക. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുക. പക്ഷേ ഈ ഡ്രഗ് അഡിക്ട്സിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നല്ലാണ്ട്. ഇത് കുറച്ച് പാരൻസ് എങ്കിലും കാണണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കാനൊന്നും ആയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാത്തിനും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് എന്നൊരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒരു ആൾ പറഞ്ഞതായിട്ടാണ്, ഇനി ഓസ്ട്രേലിയക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താ പേടിക്കാനുള്ളേ എന്നുള്ള രീതിയിൽ. എവിടെ പോയാലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതിപ്പോൾ നാട്ടിലെ പോലെ തന്നെയാണ്. അന്ന് വെച്ച് നാട്ടിലെ പോലെ അത്രയും ഒട്ടും സേഫ് അല്ല ഇപ്പോൾ നടന്ന ഒരു സംഭവം, അതുപോലെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ എല്ലാത്തിനും പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും പോസിറ്റീവ് സൈഡ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ, നെഗറ്റീവ് സൈഡ് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. അതുകൂടി ഓർത്തിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം ഞാൻ കണ്ടു കുറേ യൂട്യൂബേഴ്സ് പോസിറ്റീവ് സൈഡ് ഓസ്ട്രേലിയ ആനയെ ചെയ്യുന്ന ചക്കയാണ്. ഞാൻ ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നില്ല, കുറേ പേരെ കണ്ടു. അപ്പം ലൈക്ക് പുറം രാജ്യം സ്വർഗം മാത്രമല്ല, എല്ലാത്തിനും അതിൻ്റെതായ സാക്രിഫൈസ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളിതിനെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വേറെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാണുന്നവരെ ബൈ ബൈ.